നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തുമോ? ഏഞ്ചൽസ് എന്നാണ് നിങ്ങളോട് മറുപടി പറയുന്നത് എന്ന് നോക്കാം. ആദ്യമായി കിട്ടിയിരിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നതാണ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി, അത് ബന്ധങ്ങളിലായാലും ജോലി സ്ഥലത്തായാലും എന്തു തന്നെ ആയാലും ക്ലിയറായി വ്യക്തമായി ആശയവിനിമയം നടത്തുക എന്നതാണ് സന്ദേശം. ആദ്യമായി നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ നിങ്ങളുടെ മനസ്സിൽ തന്നെ ആദ്യം ഉണ്ടായിരിക്കണം. അത് പറയേണ്ട രീതിയിൽ പറയേണ്ടവരോട് പറയേണ്ട സമയത്ത് പറയാനുള്ള മനസ്സാന്നിധ്യവും നിങ്ങൾ കൈവരിക്കണം. അടുത്തതായി ലഭിച്ചിരിക്കുന്നത് യെസ് എന്ന കാർഡാണ്. എന്ത് തന്നെയായാലും 100% ഉറപ്പോടുകൂടി നിങ്ങളുടെ ആഗ്രഹം നടക്കും എന്ന് തന്നെയാണ് പ്രപഞ്ചശക്തി ഉത്തരം നൽകുന്നത്. ആഗ്രഹം നടക്കാനായി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇനി മറ്റെന്തെങ്കിലും തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ടോ? അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ആഗ്രഹം നമ്മളിലേക്ക് എത്തുന്നത് എന്നുകൂടി നോക്കാം. അടുത്തതായി വന്നിരിക്കുന്നത് യു ആർ റെഡി എന്ന കാർഡാണ്. അതായത് നിങ്ങൾ എല്ലാ തരത്തിലും നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന് പൂർണ്ണമായും നിങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അതിനു വേണ്ടിയുള്ള എല്ലാ മാറ്റങ്ങളും നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ഫലമായി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആഗ്രഹം സഫലീകരിക്കും എന്ന ശുഭ സൂചനയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും ഈ ഒരു കാര്യം സാധിക്കുന്നതിന് എന്ന് നമുക്ക് നോക്കാം. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് ഉത്തരം ലഭിച്ചിരിക്കുന്നത്. അതായത് ചിലപ്പോൾ 1 മാസത്തിനുള്ളിൽ കാര്യങ്ങൾ നടക്കാം, ചിലപ്പോൾ 1-2 മാസം. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചിരിക്കും എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത്. ഒരുപാട് വലിയ ആഗ്രഹങ്ങളാണെങ്കിൽ തീർച്ചയായും അത് കുറച്ച് കാലതാമസം നേരിടും. അതേ സമയത്ത് ചിലപ്പോൾ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ ഒരു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ നടക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടി, നിങ്ങൾ എത്ര ശക്തിയായാണ് ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങളിലേക്ക് അത് അട്രാക്റ്റഡായി വരും. അതുകൊണ്ട് പോസിറ്റീവായിരിക്കുക. ആഗ്രഹം നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ ചിന്തിക്കുക, വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വേഗത്തിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതായിരിക്കും. അടുത്തതായി വന്നിരിക്കുന്നത് ലെറ്റ് ഗോ എന്ന കാർഡാണ്. അതായത് ആഗ്രഹത്തിനോട് അമിത അറ്റാച്ച്മെൻറ്റ്, ആഗ്രഹത്തിൻ്റെ എൻഡ് റിസൾട്ടിനോട് അമിത അറ്റാച്ച്മെൻറ്റ് ഇല്ലാതിരിക്കുക. പൂർണ്ണമായി പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക, പ്രപഞ്ചത്തിൻ്റെ തീരുമാനങ്ങൾക്ക് വിട്ടുകൊടുക്കുക എന്നതാണ് സന്ദേശം.